Good morning again. Listen. കഴിഞ്ഞ പീരീഡ് നമ്മള് എ മുതൽ സെഡ് വരെയുള്ള ലെറ്റേഴ്സ് പറഞ്ഞു എല്ലാവരും അല്ലെ. നിതാശ ലിസൺ. ഇവിടെ നോക്കിയേ, മിസ്സിനെ ശ്രദ്ധിച്ചേ, ഇങ്ങോട്ട് നോക്കിയേ. ഉമർ, കാര്യം പറഞ്ഞ് കേൾക്കേ, എന്നിട്ട് നിങ്ങൾ എഴുതിക്കോ. നിങ്ങൾ ഭയങ്കര തിരക്കുള്ള കുട്ടികളല്ലേ, അപ്പൊ നിങ്ങൾ ഒന്ന് ടീച്ചർ പറഞ്ഞ ഒരു കുറച്ച് നേരം ശ്രദ്ധിക്കോ പ്ലീസ്. ഇവിടെ നോക്കിയേ, മിസ്സിനെ കാണാൻ പറ്റുന്നില്ലേ? മിസ്സിന്റെ മുഖത്തോട്ടൊന്ന് നോക്കിയേ. കാണാൻ രസമില്ലാത്തോണ്ടാണോ നോക്കാൻ പറ്റാത്തെ? ഇവിടെ നോക്കട്ടോ. എന്താണ്? എ മുതൽ സെഡ് വരെയുള്ള ലെറ്റേഴ്സ് നമ്മൾ പറഞ്ഞു അല്ലേ? അതെ. ഏതാണ് എ മുതൽ സെഡ് വരെ? കുറെ പേര് റൈംസ് ആയിട്ട് അത് പാടി അല്ലെ, പാട്ട് പോലെ പാടി. നമ്മൾ അതൊന്ന് പറയണം. എങ്ങനെയാ? എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ സെഡ് അല്ലേ? ലെറ്റേഴ്സ് ആണ് 26. അതെ. പിന്നെ ഇനി നമ്മൾ എ ഫോർ ആപ്പിൾ, എ ഫോർ ആൻഡ്, എ ഫോർ എയറോപ്ലെയിൻ അല്ലേ പഠിച്ചത്? എ ഫോർ ബോൾ എന്ന് പഠിച്ചോ? ഇല്ല. എ ഫോർ ആപ്പിൾ. എങ്ങനെയാ ആപ്പിൾ എന്ന് എഴുതുക? ആപ്പിൾ എന്ന് പറയാനല്ലേ പഠിച്ചുള്ളൂ. നമ്മൾ ആകെ ഒരു ലെറ്ററെ പഠിച്ചുള്ളൂ, എ എന്നുള്ളത് അല്ലേ? എ ഫോർ ആപ്പിൾ എന്നുള്ള എ പഠിച്ചു. ബാക്കിയുള്ള ലെറ്റേഴ്സ് ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആ ലെറ്റേഴ്സ് എല്ലാം കൂടെ കൂടി ഒരു വാക്കാവുക അല്ലേ? ആപ്പിൾ. എങ്ങനെയാ ആപ്പിൾ എന്ന് എഴുതുക? എ പി പി എൽ ഇ അല്ലേ? ആപ്പിൾ. മിസ് അതിവിടെ കാണിച്ചാൽ മിസ്സിന്റെ ഞാൻ ബുക്ക് ഇല്ല, നിങ്ങളുടെ അടുത്തില്ലേ? ടേം ബുക്ക് ഫസ്റ്റ് നിങ്ങളുടെ അടുത്തില്ലേ? അത് ഇവിടെ നോക്കിയോ, ഇവിടെ നോക്കിയേ. എ പി പി എൽ ഇ ആപ്പിൾ. നിങ്ങളുടെ 4 ലൈൻ നോട്ട് ബുക്ക് ഇല്ലേ? 4 ലൈൻ കോപ്പിയില് നിങ്ങൾ എന്ത് ചെയ്യണം? അമ്മയോട് ആദ്യം തന്നെ ഫസ്റ്റ് ലൈനിൽ ഇങ്ങനെ എഴുതി തരാൻ പറയണം. അടുപ്പിച്ച് എഴുതണം ലെറ്റേഴ്സ്. ആപ്പിൾ, ആപ്പിൾ എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് ആണ് ഇത്. ഏതൊക്കെയാണ്? എ പി പി എൽ ഇ ആപ്പിൾ. എല്ലാം സ്മോൾ ലെറ്റേഴ്സാ വന്നല്ലേ, എ മാത്രമേ ബിഗ് ലെറ്റേഴ്സ് ഉള്ളൂ. ഇങ്ങനെ എഴുതുക ആപ്പിൾ. അമ്മയോടൊന്ന് ഫസ്റ്റ് ലൈനിൽ എഴുതാൻ പറഞ്ഞേ പെൻസിലും കൊണ്ട്. എന്നിട്ട് നിങ്ങൾ ആ പേജ് ഫുള്ള് താഴോട്ട് എഴുതണം ആപ്പിൾ. ഓക്കെ. നെക്സ്റ്റ് കണ്ടോ, അവിടെ ഒരു ലൈൻ വരച്ചില്ലേ? സ്കെയിൽ കൊണ്ട് ഒരു ലൈൻ വരയ്ക്കാൻ നടുക്കൂടെ. എ എൻ ടി ആൻഡ്. എ എൻ ടി ആൻഡ്. കണ്ടോ, ഒരു പേജിൽ 2 വാക്കുകളായി അല്ലേ? ഇനി നമുക്ക് ഈ ആപ്പിൾ ആൻഡ് നിങ്ങൾ നല്ല രസത്തോടിട്ട് എഴുതിക്കോ താഴെ വരെ. നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. എഴുതി നോക്കണേ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പേജിലായിട്ട് നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോ അല്ലേ, നെക്സ്റ്റ് പേജിലായിട്ട് ഈ ഒരു വാക്ക് മാത്രം എഴുതണം. എന്താണ്? എയറോപ്ലെയിൻ പഠിച്ചില്ലേ? എ ഇ ആർ ഒ പി എൽ എ എൻ ഇ എയറോപ്ലെയിൻ. അത് കൂടി നിങ്ങൾ നെക്സ്റ്റ് പേജിൽ എഴുതണം. നിങ്ങളുടെ അടുത്ത് ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ? ഫസ്റ്റ് ടൈമിന്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് അല്ലേ? അത് നോക്കിയിട്ട് അമ്മയോട് പറയണം, ഒന്ന് എഴുതി തരാൻ പറയണം ഫസ്റ്റ് ലൈനില്. ബാക്കി നിങ്ങൾ എഴുതണേ. ആ ഉണ്ട്. ഇഷാനി. ഓക്കെ, കണ്ടു മോളെ. ഏതൊക്കെയാണ്? ആപ്പിൾ ആൻഡ് എയറോപ്ലെയിൻ. 3 വാക്കുകൾ എഴുതണം. ഇപ്പം ഫസ്റ്റ് ഇഷാനിയുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഇഷാനി പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ. ഇഷാനി മോളെ, അവിടെ എ ഫോർ എന്തൊക്കെയാണ് വായിച്ചേ? A for apple, A for aeroplane, A for ant. ഓക്കെ. ഈ 3 വാക്കുകൾ നമ്മൾ പറഞ്ഞു പഠിച്ചു അല്ലേ? വായിക്കാൻ അറിയാം. അപ്പം ആപ്പിൾ എന്നുള്ള സ്പെല്ലിംഗ് എന്താ ഇഷാനി അവിടെ? ആപ്പിൾ. എങ്ങനെയാ നമ്മൾ ഏതൊക്കെ ലെറ്റേഴ്സ്? A
P L E apple. വെരി ഗുഡ്. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. എങ്ങനെയാ വായിക്കുന്നത്? എ പി പി എൽ ഇ ആപ്പിൾ. എന്നപ്പോ നമ്മൾ അവിടെ എഴുതി തീരും. ഓരോ ലെറ്റേഴ്സും പറഞ്ഞുകൊണ്ട് എഴുതുക. എ എന്ന് പറയുമ്പോ എ എഴുതണം. പി എന്ന് പറയുമ്പോ പി അവിടെ എഴുതിയിട്ടുണ്ടാവണം. പി എൽ ഇ ബാക്കിയെല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആണ്. നെക്സ്റ്റ്, റിയാന്റെ കയ്യിൽ ബുക്ക് ഉണ്ടോ? ഇല്ല. ഈ ബുക്ക് എടുത്തിട്ടുണ്ടാവില്ല. സാരമില്ല, നമുക്ക് ഈശാനിനെ കൊണ്ട് തന്നെ വായിപ്പിക്കാം. ആദിശ്രീയുടെ കയ്യിലുണ്ട് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ആദിശ്രീ മോളെ, ആപ്പിൾ എന്നുള്ളത് ഈശാനി വായിച്ചു കേട്ടു എല്ലാരും അല്ലെ? നെക്സ്റ്റ് ആദിശ്രീ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ആൻഡ് എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് ഒന്ന് വായിച്ചു കേൾക്കണല്ലോ. എ ഫോർ ആൻഡ്. A-N-T. A-N-T ആൻഡ്. അൺമ്യൂട്ട് ചെയ്യല്ലേ ആദിശ്രീ. ഇപ്പൊ നെക്സ്റ്റ് നോക്കിയോ. എ ഫോർ എയറോപ്ലെയിൻ അല്ലേ? എയറോപ്ലെയിൻ സ്പെല്ലിംഗ് പറയാൻ പറ്റുമോ ആദിശ്രീക്ക്? A-E-R-O-P-L-A-N-E. എയറോപ്ലെയിൻ. മിസ് ഉണ്ടല്ലോ കഴിഞ്ഞ വർഷമൊക്കെ വിചാരിച്ചു എയറോപ്ലെയിൻ, നിങ്ങൾ കുഞ്ഞു വാവകളല്ലേ, കുഞ്ഞു കുട്ടികളല്ലേ, നിങ്ങൾക്ക് എയറോപ്ലെയിൻ ഒന്നും എഴുതാൻ പറ്റില്ല എന്നാ വിചാരിച്ചത്. വലിയ വാക്കല്ലേ, കുറെ ലെറ്റേഴ്സ് ഇല്ലേ. മിസ് വെറുതെ അങ്ങനെ ചിരിച്ചത്. നിങ്ങളുണ്ടല്ലോ ആൻഡ് ആപ്പിൾ എന്നുള്ള സ്പെല്ലിംഗ് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എയറോപ്ലെയിന്റെ സ്പെല്ലിംഗ് പഠിച്ചു കഴിയും. അങ്ങനെയാ, നിങ്ങൾ ഭയങ്കര ബുദ്ധിയുള്ള കുട്ടികളാ LKG-യിലുള്ളവര്. ആൻഡ് എന്നുള്ള ANT എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ എയറോപ്ലെയിന്റെ സ്പെല്ലിംഗ് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? എത്ര ലെറ്റേഴ്സ് അതിൽ വന്നിരിക്കുന്നേ നോക്കിയേ. ഓക്കെ, അതിപ്പോ എയറോപ്ലെയിൻ എന്നുള്ള വാക്ക് ഒറ്റയ്ക്ക് എഴുതിയാൽ മതി ഒരു പേജില്. ആപ്പിളും ആൻഡും ആ പേജില് ഒരു ലൈൻ വരച്ചു തരാൻ പറയണം. നമ്മുടെ സ്കെയിൽ വെച്ച് തന്നെ വരയ്ക്കണം കേട്ടോ. വളഞ്ഞും വളഞ്ഞും പാമ്പിനെ പോലെ ഒന്നും വരയ്ക്കരുത്, ഒരു വൃത്തി ഉണ്ടാവില്ല നമ്മൾ എഴുതിയ കാണാൻ. സ്കെയിൽ വെച്ച് നേരെ വരയ്ക്കണം. നെക്സ്റ്റ് പേജിലായിട്ട് എയറോപ്ലെയിൻ എഴുതുക. 3 വാക്കുകൾ എഴുതാൻ വന്നല്ലേ? അപ്പൊ ഇനി മിസ് എല്ലാരെ കൊണ്ട് ആ സ്പെല്ലിംഗ് പറയിക്കുവാണ്. നെക്സ്റ്റ് ഫാത്തിമ മെഹ്റി, ബുക്ക് ഉണ്ടോ കയ്യില്? ഉണ്ടല്ലേ? ഫസ്റ്റ് ഫാത്തിമ മെഹ്റിൻ ഒന്ന് എയറോപ്ലെയിന്റെ സ്പെല്ലിംഗ് പറഞ്ഞു കേൾപ്പിച്ചോ മിസ്സിനെ? പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ. A-E-R-O-P-L-A-N-E. Aeroplane. Very good. Aeroplane. Next, Riyan. Aeroplane spelling പറയണം നമുക്ക് എല്ലാവരും. A-E-R-O-P-L-A-N-E. Aeroplane. Very good. And in the what is spelling of and? A-N-T. Apple. A-E-P-L-E. Apple. Apple. Very good. Next, Aiden Thomas. Aiden. ഇത് പറഞ്ഞു കേൾപ്പിക്കാം മോനെ. ആപ്പിൾ ആൻഡ് എയറോപ്ലെയിൻ സ്പെല്ലിംഗ് പറഞ്ഞു കേൾപ്പിക്കാമോ മിസ്സിനെ? ഇതിന്റെ അമ്മയില്ലേ അടുത്ത്? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഫസ്റ്റ് ആപ്പിൾ. Ishani, speak properly. Aeroplane spelling ആണ്. മോനെ ബുക്കിൽ നോക്കിയേ. ബുക്കിൽ നോക്കിയിട്ട് ആ ലെറ്റേഴ്സ് തൊട്ട് വായിച്ചേ. നമ്മുടെ വിരൽ കൊണ്ട് തൊട്ട് വായിച്ചേ ഓരോ ലെറ്റേഴ്സും. എയറോപ്ലെയിൻ തൊട്ട് വായിക്കണം കേട്ടോ. ഫാത്തിമ സിദ്ദീഖ്, വെരി ഗുഡ്.
അപ്പൊ നിങ്ങൾ എഴുതിക്കോ, ഇവിടെ നിന്നിട്ട് എഴുതാനൊക്കെ വായിച്ചു വരെ മാത്രം എഴുതിക്കോ കേട്ടോ. തുടങ്ങിക്കോ. ഫാത്തിമ. ഫാത്തിമ വായിക്കുമോളെ. ആപ്പിളിന്റെ സ്പെല്ലിംഗ് എന്താണ് പറഞ്ഞു കേൾപ്പിച്ചേ? ആൻഡ് ഫാത്തിമ, what is spelling of and? Okay, ഭയങ്കര സൗണ്ട് അവിടെ കേട്ടോ. ഐവിൻ ജോസഫ്. ആപ്പിളിന്റെ വായിച്ചോ. Okay. And അടുത്ത വായിക്കണോ? yes, വായിച്ചോ. എല്ലാ അക്ഷരം നോക്ക്. ഇത് ഈ അക്ഷരം വെരി ഗുഡ്. കണ്ടോ, അവൻ ഓരോ ലെറ്റേഴ്സ് അവന് കണ്ട് അവന് മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ്. കല്ലുവൻസൊക്കെ തരാം. തൊട്ട് വായിക്കുക. ഡി അല്ല, ഉറുമ്പ്. വെരി ഗുഡ്. ആൻഡ് എന്ന് പറയണം കേട്ടോ. അത് തിരക്കാ, എന്തൊരു തിരക്കാ. എഴുതാനാന്ന് തോന്നുന്നു. ഉമർ ജാഫർ. എല്ലാവരും തിരക്കില്ല. എന്താ വായിക്കുന്നേ? ആപ്പിളിന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ. എന്താണ് എന്താണ് എന്താണ്? ആപ്പിൾ. What is the spelling of ant? കുഞ്ഞാവ തിരക്കില്ല, അങ്ങനെ എവിടെയോ പോയി അവൻ. നെക്സ്റ്റ് നിതാഷ. Apple. Aeroplane. ഇപ്പൊ നമ്മള് എമ്മും എന്നൊക്കെ കാണുമ്പോ നമുക്കൊരു കൺഫ്യൂഷൻ അല്ലേ? നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഒന്നും കൂടി ആ ലെറ്റേഴ്സ് ഒക്കെ നന്നായിട്ട് എഴുതണം കേട്ടോ. രാവിലെ ഞാൻ പറഞ്ഞില്ലേ, ബിഗ് ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും വീണ്ടും വീണ്ടും എഴുതി നോക്കണം. നോട്ട്ബുക്കിൽ എഴുതുന്ന കൂടാതെ നിങ്ങള് സ്ലേറ്റിലോ റഫ് ബുക്കിലോ നിങ്ങൾ എഴുതണം. എന്നിട്ട് ഇടയ്ക്കുന്ന അമ്മമാരെന്ത് ചെയ്യണം? ഇടയ്ക്കുന്നൊന്ന് നമ്മുടെ സ്കൂളിലാണ് ടീച്ചേഴ്സ് ഇടയ്ക്കുന്ന ലെറ്റേഴ്സ് മിസ്സിംഗ് ലെറ്റേഴ്സ് ഒക്കെ എഴുതി കാണിക്കാൻ പറയാം. അപ്പം ആ ലെറ്റർ ഏതാന്ന് പറയാനൊക്കെ പറയുന്നതാണ് നമ്മള്. അപ്പൊ നിങ്ങൾ ഒന്ന് ഇടയ്ക്കുന്ന ലെറ്റേഴ്സ് എടുത്തിട്ട് ആ ലെറ്റർ ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാം. ഇടയ്ക്കുന്ന ചിലപ്പോ എൻ കാണുമ്പോൾ എം ആന്ന് തോന്നും, ഡി കാണുമ്പോൾ ബി ആന്ന് തോന്നും. അപ്പൊ അത് നന്നായിട്ട് പഠിച്ചാലും കുഴപ്പമില്ല. യു കെ ജി ശരിയായിക്കോളും.
ഇപ്പം വേറെ ആരാണ്? ഏഡൻ. ആദിഷ് വായിച്ചോ? ആദിഷ് ഓൻ A ആദിഷേ A പിന്നെ B L E ആപ്പിൾ. എനിക്ക് മനസ്സിലായില്ല. ഒന്നുകൂടെ വായിച്ചിരോ? ഒന്നുകൂടെ വായിച്ചിരോ? A ആപ്പിൾ വായിച്ചു കൊടുക്ക്. A B ബി അല്ല അത്. എനിക്കിവിടെ ബി അല്ലല്ലോ ഇവിടെ ഉള്ളത്. A B ആ P P ഇത് പിന്നെ L E ആപ്പിൾ എന്ന് പറയാറാ ആപ്പിൾ. ആ എയറോപ്ലെയിൻ പറഞ്ഞു കൊടുക്ക്. A E R O P L ഇത് A N E എന്താണ്? എയറോപ്ലെയിൻ. ഇത് A N T and aeroplane and AND ആൻഡ്. വെരി ഗുഡ്. കണ്ടോ അവനൊക്കെ ലെറ്റേഴ്സ് ഓരോന്ന് തൊട്ട് തൊട്ട് വായിക്കുകയാണ്. മിടുക്കൻ. നെക്സ്റ്റ് ഏഡൻ ജെ മാത്യു. വായിച്ചില്ലല്ലോ ഏഡൻ. ഏഡൻ ജെ മാത്യു പ്ലീസ് അൺമ്യൂട്ട്. റേഞ്ച് പോയല്ലോ. ഏഡൻ ഉണ്ടല്ലോ ഇവിടെ. അൺമ്യൂട്ട് ചെയ്ത് ഏഡൻ. ഏഡൻ ജെ മാത്യു. P L E ആപ്പിൾ. ഒന്നുകൂടെ വായിച്ചു മോനെ ആപ്പിളിന്റെ സ്പെല്ലിങ്. A P P L E ആപ്പിൾ. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് A E R O P L A N E aeroplane. എയറോപ്ലെയിൻ. വെരി ഗുഡ്. നെക്സ്റ്റ് N P ആൻഡ്. വെരി ഗുഡ്. അപ്പം ഇനി ആരെ വായിക്കാത്ത ഇവിടെ? ഐവിൻ വായിച്ചോ? ഐവിൻ. അതുപോലെ റിയാൻ ടീച്ചർ വായിച്ചോ? ഐവിൻ വായിച്ചോ? വായിച്ചു വായിച്ചു. വായിച്ചു. റിയാൻ. ഓക്കെ വെരി ഗുഡ്. റിയാൻ ടി പി വായിച്ചോ മോനെ? മോനെ അൺമ്യൂട്ട് ചെയ്യോ? അഞ്ഞൂറ്റി വായിച്ചു. A P P L E apple. എയറോപ്ലെയിൻ. A E R O P L A N E aeroplane. And A N T and വെരി ഗുഡ്. മക്കളെ നിങ്ങൾക്ക് കഴ്സീവ് റൈറ്റിംഗ് ഇല്ലേ? very good. റിയാന്റെ അമ്മയുണ്ട് അടുത്ത്. കഴ്സീവ് റൈറ്റിംഗ് ഉണ്ടോ? കഴ്സീവ് റൈറ്റിംഗ് ഉണ്ടോ കയ്യില്? ഇല്ലല്ലോ. എന്തോ കഴ്സീവ് റൈറ്റിംഗ് ഉണ്ടോ ഇംഗ്ലീഷിന്റെ? കഴ്സീവ് റൈറ്റിംഗ് ഉണ്ടോ? ഇല്ല. ഇല്ല. ഫസ്റ്റിലാണ്. ഇല്ല. സോറി UKG-യിലാണ്. റിയാന്റെ അമ്മ അവന്റെ മുഖം അടച്ചു പിടിച്ചേക്കുക. മിണ്ടല്ലടാ മിണ്ടല്ലടാ. നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഇനി എന്താണ്? ഇനി ആരാ വായിക്കാത്തുള്ള ക്ലാസ്സില്? എല്ലാരും വായിച്ചില്ലേ? ഏഡൻ ജെ മാത്യു.
ഏടുന്ന് വായിച്ചോ? ഞാൻ നേരത്തെ വിളിച്ചപ്പോ പക്കായിട്ടിരിക്കുവായിരുന്നു. വായിച്ചു. എന്താണ് നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. നമ്മൾ എന്താ ഹോംവർക്ക് പറഞ്ഞത്? രാവിലത്തെ പീരീഡ് പറഞ്ഞു ഇംഗ്ലീഷ് വേഴ്സ് എഴുതാം അല്ലേ? ഫസ്റ്റ് പേജില് എ മുതൽ സെഡ് വരെ ബിഗ് ലെറ്റേഴ്സ്, രണ്ടാമത്തെ പേജിൽ സ്മോൾ ലെറ്റേഴ്സ് എഴുതുക. അപ്പൊ മൂന്നാമത്തെ പേജിൽ എന്താ പറഞ്ഞ മിസ്? ആപ്പിളും ആൻഡിന്റെ സ്പെല്ലിംഗ് എഴുതാനാ പറയുന്നത് അല്ലേ? നാലാമത്തെ പേജിലായിട്ട് എയറോപ്ലെയിൻ. 4 പേജ് എഴുതാനുണ്ട്. 2 പേജ് ഓൾറെഡി എഴുതി കഴിഞ്ഞില്ലേ? 2 പേജ് കൂടി എഴുതിയിട്ട് മിസ്സിന് അയച്ചു തരാം. എന്ത് സമ്മാനാ വേണ്ടേ എഴുതിയതിന്? പറഞ്ഞില്ലല്ലോ. ആദിശ് പറയും. ആദിശേ അങ്ങോട്ടേത് കേൾക്കുന്നില്ല. ഇന്ന് എഴുതി കഴിയൂലേ? ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സമ്മാനാ തരേണ്ടത്? എനിക്ക് കളിപ്പാട്ടമാണോ വേണ്ടേ? വണ്ടിയാണോ വേണ്ടേ? ഓട്ടോറിക്ഷ വേണ്ടേ? എല്ലാവർക്കും ഓട്ടോറിക്ഷ മതിയോ? എല്ലാവർക്കും ഒന്നേ തരുള്ളൂ കേട്ടോ. എനിക്ക് ഓട്ടോറിക്ഷ ഇഷ്ടം. ഒരാൾക്ക് ഓട്ടോറിക്ഷ, ഒരാൾക്ക് ലോറി, ഒരാൾക്ക് ടിപ്പറ്, JCB അങ്ങനെയൊന്നും പറയരുത്. എല്ലാവർക്കും സെയിം ആയിട്ടുള്ള സമ്മാനം തരുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓട്ടോറിക്ഷ വേണ്ടതല്ലേ? പിന്നെ ഓട്ടോറിക്ഷ തരാം. എത്രണ്ണം വേണം? 1, 2, 3 എത്രണ്ണം വേണം? അതുകൊണ്ട് 1 മതിയോ? അച്ഛനും ഓട്ടോറിക്ഷ ഉള്ളത് അതെന്തിനു 3? അമ്മയ്ക്ക് കൂടെ വേണോ? ഓട്ടോറിക്ഷ വേണ്ട അല്ലേ? തന്നേക്കാം. 2 മതി. അതെ. ഏടിന് എന്താ അമ്മയായിട്ട് ഗുസ്തി കൂടുന്നേ? ഏടന് ഓട്ടോറിക്ഷ വേണ്ട, അവന് JCB മതി എന്നാ പറഞ്ഞത്. ഏടൻ മിസ്സിനോട് സംസാരിക്കുവോ? മിസ് അണ്ണോ അങ്ങോട്ടേക്ക് എന്താണ്? നിനക്ക് എന്താ വേണ്ടേ? ഓട്ടോറിക്ഷ അല്ലേ? ലോറിയാ? അപ്പൊ നമ്മുടെ ഗേൾസ് ഒക്കെ എന്ത് ചെയ്യും? ഗേൾസിന് ലോറി വേണോ? ഓട്ടോറിക്ഷ വേണോ? നമുക്ക് ഓട്ടോറിക്ഷ ആക്കാം അല്ലേ? ഓക്കെ. ലോറി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എഴുതുമ്പോ നെക്സ്റ്റ് വെനസ്ഡേ അടുത്ത ക്ലാസ്സുകൾ പഠിക്കും. നമുക്ക് ലോറി ആക്കാം. ഓക്കെ. ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ? ബൈ പറയട്ടെ മിസ്. ബൈ. സീ യു. ആദിശേ മോൻ എന്തിനാ മിസ്സിനെ വിളിച്ചേ? ഇപ്പൊ മിസ്സിനെ എടുക്കാൻ പറ്റിയില്ല. അത് എന്തിനാ മോൻ വിളിച്ചേ? പ്ലീസ് അൺമ്യൂട്ട്. ആദിശ് വിളിക്കാൻ വിട്ടുപോയി. മിസ്സിനെ വിളിച്ചിരുന്നോ കുറച്ചു മുമ്പ്? എന്തിനായിരുന്നു? ക്ലാസ് കിട്ടാത്തോണ്ടാണ്. ക്ലാസ് തുടങ്ങിയത് ഇപ്പോഴല്ലേ? നേരത്തെ വിളിച്ചിരുന്നല്ലോ. നേരത്തെ വന്നോ ക്ലാസ്സില്? അതെയാ? ഓക്കെ. ഇപ്പൊ കേൾക്കാൻ പറ്റിയില്ലേ? ക്ലാസ് ഒക്കെ കേട്ടില്ലേ? അതിന് ദേഷ്യം വരുന്നു. ഞാൻ പോവാ. എനിക്ക് പേടിയാവുന്നു. ബൈ. See you. അടുത്താഴ്ച കാണാം നമുക്ക് കേട്ടോ. എല്ലാവരും ഹോംവർക്ക് ചെയ്ത് അയക്കണേ. ഞാൻ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞോ? മിടുക്കി. വെരി ഗുഡ്. ഓട്ടോറിക്ഷ ഇപ്പൊ വരും കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴേക്കും ഓട്ടോറിക്ഷ എത്തുവേ.